ഈശോയുടെ സമാധാനം നമ്മളുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. ഇന്ന് നാം ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്നത് പഴയ ഉടമ്പടിയെക്കുറിച്ചാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ധ്യാനിച്ചു പുതിയ ഉടമ്പടിയും പുതിയ ഉടമ്പടിയുടെ ശുശ്രൂഷകരെക്കുറിച്ചും. പഴയ നിയമത്തിൻ്റെ താളുകളിലൂടെ നാം കടന്നു പോകുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 1 മുതൽ 3 വരെയുള്ള അധ്യായങ്ങൾ നാം വായിക്കുമ്പോൾ നമ്മുടെ കർത്താവ് മനുഷ്യനെ തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം 14-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്, തന്നോട് കൂടെ ആയിരിക്കുന്നതിനും പ്രസംഗിക്കാൻ അയക്കുന്നതിനും. അപ്പം ഈശോ ഒന്നാമത്തെ കാര്യം ദൈവത്തോട് കൂടെ ആയിരിക്കുവാൻ വേണ്ടിയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. അവിടെയെല്ലാം നാം കാണുന്നുണ്ട്, ദൈവം ഉലാത്തുമ്പോൾ മനുഷ്യനും ദൈവവും കൂടി ഒന്നിച്ചായിരുന്നു. എന്നാൽ പാപം വന്നു കഴിഞ്ഞപ്പോഴാണ് പറുദീസായിൽ നിന്ന് പുറത്താക്കപ്പെടുന്നത്, ആദ്യത്തെ ഉടമ്പടി സ്ഥാപിക്കപ്പെടുന്നത്. അപ്പോൾ ആ ദൈവത്തിൽ നിന്ന് ദൂരെ അകന്നു കഴിഞ്ഞപ്പോൾ ഒന്നാമത്തെ ഉടമ്പടി ആദവുമായിട്ട് ദൈവം സ്ഥാപിക്കുകയാണ്. മനുഷ്യൻ്റെയും കൂടെ സഹകരണം അവിടെ എപ്പോഴും ആവശ്യമായിരുന്നു. എന്നിട്ട് ദൈവം ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാം തിരുവചനത്തിൽ ഒരു സ്ത്രീയെയും തൻ്റെ പുത്രനെയും വാഗ്ദാനം ചെയ്യുകയാണ്. 24-ാം തിരുവചനത്തിൽ അവിടുന്ന് ജീവൻ്റെ വൃക്ഷത്തിൻ്റെ പഴം, അതായത് പുതിയ ഉടമ്പടി പരിശുദ്ധ കുർബാനയെ അവിടുന്ന് വാഗ്ദാനം ചെയ്യുകയാണ് ഈ ഒന്നാമത്തെ ഉടമ്പടിയിൽ. എന്നിട്ടും മനുഷ്യൻ വീണ്ടും വീണ്ടും പാപത്തിലേക്ക് പോയി. അപ്പോൾ ദൈവം രണ്ടാമത്തെ ഉടമ്പടി കർത്താവ് സ്ഥാപിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 4-ഉം 5-ഉം തിരുവചനത്തിൽ എപ്പോഴും മനുഷ്യൻ്റെ ചായ്വ് തിന്മയിലേക്ക് മാത്രം ആണെന്ന് കണ്ട കർത്താവ് നീതിമാനായ ഒരു വ്യക്തിയെ, നോഹയെ കണ്ടെത്തുകയാണ്. എന്നിട്ട് ആ നോഹയോട് കർത്താവ് പറയാണ്, ഉൽപ്പത്തി പുസ്തകം 7 മുതൽ 9 വരെയുള്ള അധ്യായം വായിക്കുമ്പോൾ ആ നോഹയോട് കർത്താവ് പറയാണ്, ഒരു പെട്ടകം പണിയുക, എന്നിട്ട് പെട്ടകത്തിൽ ഓരോ ജോഡികളെ കയറ്റുക. അങ്ങനെ നോഹ എല്ലാം ചെയ്തു. എന്നിട്ട് ദൈവം ആ ഭൂമിയെ ജലം കൊണ്ട് നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് കർത്താവ് നോഹയുമായിട്ടൊരു ഉടമ്പടി ചെയ്യുന്നുണ്ട്. അതാണ് രണ്ടാമത്തെ ഉടമ്പടി. ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായത്തിൽ 11 മുതൽ 17 വരെയുള്ള തിരുവചനത്തിൽ, നിങ്ങളുമായുള്ള എൻ്റെ ഉടമ്പടി ഞാൻ ഉറപ്പിക്കുന്നു. ഇനി ഒരിക്കലും വെള്ളപ്പൊക്കം കൊണ്ട് ജീവജാലങ്ങളെയെല്ലാം നശിപ്പിക്കുവാൻ ഇടവരുത്തുകയില്ല. ഭൂമിയെ നശിപ്പിക്കുവാൻ ഇനി ഒരിക്കലും വെള്ളപ്പൊക്കം ഉണ്ടാവുകയില്ല. ദൈവം തുടർന്ന് അരുളി ചെയ്തു, എല്ലാ തലമുറകൾക്കും വേണ്ടി നിങ്ങളുമായി സകല ജീവജാലങ്ങളായി ഞാൻ സ്ഥാപിക്കുന്ന എൻ്റെ ഉടമ്പടിയുടെ അടയാളം ഇതാണ്. ഭൂമിയുമായുള്ള ഉടമ്പടിയുടെ അടയാളമായി മേഘത്തിൽ എൻ്റെ വില്ല് ഞാൻ സ്ഥാപിക്കും. ഞാൻ ഭൂമിക്ക് മേലെ മേഘത്തെ അയക്കുമ്പോൾ അതിൽ മഴവില്ല് പ്രത്യക്ഷപ്പെടും. നിങ്ങളും സകല ജീവജാലങ്ങളുമായുള്ള എൻ്റെ ഉടമ്പടി ഞാൻ ഓർക്കും. സർവ്വജീവനെയും നശിപ്പിക്കാൻ പോരുന്ന ഒരു ജലപ്രളയം ഇനി ഒരിക്കലും ഉണ്ടാവുകയില്ല. മേഘങ്ങളിൽ മഴവില്ല് തെളിയുമ്പോൾ ഭൂമുഖത്തുള്ള എല്ലാ ജീവജാലങ്ങളുമായി ഞാൻ ചെയ്ത എന്നേക്കുമുള്ള ഉടമ്പടി ഞാൻ ഓർക്കും. ദൈവം നോഹയോട് അരുളി ചെയ്തു. ഭൂമിയുമായിട്ട് ദൈവം സ്ഥാപിച്ച ഒരു ഉടമ്പടിയുടെ അടയാളമാണ് മേഘത്തിൽ മഴവില്ല് കാണുമ്പോൾ കർത്താവ് ഓർക്കും. അത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായം 32-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്, ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരും എന്നിലേക്ക് ആകർഷിക്കപ്പെടും. എപ്പോഴാണ് കർത്താവ് ഈ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടത്? തൻ്റെ കുരിശ് മരണത്തിലൂടെ. വിശുദ്ധ ഫൗസ്റ്റീന പുണ്യവതിക്ക് കർത്താവ് വെളിപ്പെടുത്തിയ പ്രാർത്ഥനയിൽ നാം ഇപ്രകാരം പ്രാർത്ഥിക്കുന്നുണ്ട്, ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി കർത്തപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേലും കരുണയായിരിക്കണമേ. ആ ഈശോയുടെ പീഡാസഹനം ഓർക്കുമ്പോഴാണ് ദൈവമായ കർത്താവ് മനുഷ്യനുമായിട്ടുള്ള ആ ഉടമ്പടി ഓർമ്മിക്കുകയും നമ്മുടെ പാപങ്ങളെല്ലാം ക്ഷമിക്കുകയും ചെയ്യുന്നത്. അതാണിവിടെ കാണുന്നത്. ആ മേഘത്തിലെ മഴവില്ല് നമ്മുടെ കർത്താവിൻ്റെ ക്രൂശ് മരണത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പം ഈ പഴയ നിയമത്തിലെ ഓരോ ഉടമ്പടിയും വിരൽ ചൂണ്ടുന്നത്
പുതിയ നിയമത്തിലെ ഈശോയുടെ പീഡാസഹനത്തെയും കുരിശ് മരണത്തെയും ഉത്ഥാനത്തെയുമാണ്. അതിലൂടെ ഏറ്റവും വലിയ ഫലമായ പരിശുദ്ധ കുർബാന നമുക്ക് തന്നുകൊണ്ട് നമ്മളെ ഓരോരുത്തരെയും കർത്താവ് തൻ്റെ സ്വന്തമായിട്ട് സ്വീകരിക്കുകയാണ്. വീണ്ടും മനുഷ്യൻ പാപത്തിലേക്ക് പോകുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ ദൈവം അബ്രാഹത്തെ വിളിക്കുകയാണ്. എന്നിട്ട് അബ്രാഹത്തോട് പറയുകയാണ്, നീ നിൻ്റെ പ്രദേശവും എല്ലാം വിട്ട് ഞാൻ കാണിച്ചു തരുന്ന സ്ഥലത്തേക്ക് പോവുക. അപ്പോൾ അബ്രഹാം കർത്താവ് പറഞ്ഞതുപോലെ തന്നെ അനുസരിച്ച് കർത്താവ് പറയുന്ന സ്ഥലത്തേക്ക് യാത്ര തിരിക്കുകയാണ്. എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയാതെ ആ വിശ്വാസത്തിലൂടെ ഒരു യാത്രയാണ് അബ്രാഹത്തിൻ്റേത്. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം നാം വായിക്കുമ്പോൾ അവിടെ അബ്രാഹവുമായി കർത്താവ് ഒരു ഉടമ്പടി ചെയ്യുകയാണ്. ആ ഉടമ്പടിയുടെ വാഗ്ദാനങ്ങൾ ഏവയാണ്? ദൈവം അബ്രാഹത്തോട് പറയുകയാണ്, ഞാൻ നിനക്ക് മക്കളെ തരും, മകനെ തരും. ഈ മകൻ കർത്താവായ ക്രിസ്തുവാണ്. എന്നിട്ട് പറയണം, ഞാൻ നിനക്കൊരു രാജ്യം തരും. പിന്നെ പറയണം, നിനക്ക് ഞാൻ ഭൂമി അവകാശമായി തരും. എന്താണ് ഇവയെല്ലാം? അബ്രാഹത്തിന് കൊടുത്ത വാഗ്ദാനം, അബ്രാഹവുമായി ചെയ്ത ഉടമ്പടിയുടെ ഫലങ്ങളാണ് ഇവയെല്ലാം. ദൈവം തന്ന ആ നേഷൻ, ആ രാജ്യം എന്താണ്? ഒരു തരത്തിൽ പറഞ്ഞാൽ സഭയാണ്. ഈ സഭയിലൂടെ കൂദാശകളിലൂടെ നമുക്കെല്ലാ അനുഗ്രഹങ്ങളും തരികയാണ്. ദൈവമക്കളുടെ സ്ഥാനത്തേക്ക് നമ്മളെ ഓരോരുത്തരെയും വിളിക്കുകയാണ്. എന്നിട്ട് പറയണം, ഭൂമി അവകാശമായി തരും. എന്താണ് ഭൂമി? കാനാൻ ദേശം, സ്വർഗരാജ്യമാകുന്ന ആ ഭൂമി. ഹെബ്രായർക്ക് ലേഖനം 3-ാം അധ്യായം 1-ാം തിരുവചനത്തിൽ പറയുന്നത്, സ്വർഗീയ വിളിയിൽ പങ്കുകാരായ വിശുദ്ധ സഹോദരരെ. അപ്പം സ്വർഗീയ വിളിയിൽ നമ്മൾ ഓരോരുത്തരും പങ്കുകാരാണ്. അപ്പം നമ്മുടെ പൗരത്വം എവിടെയാണ്? ഫിലിപ്പിയർക്ക് ലേഖനം 3-ാം അധ്യായം 20-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. അപ്പം സ്വർഗമാകുന്ന ആ രാജ്യത്തിലേക്ക് പൗരത്വം സ്വീകരിച്ചിരിക്കുന്നവരാണ് നമ്മൾ. ഭൂമിയിൽ നമുക്ക് വളരെ ചുരുങ്ങിയ സമയമുള്ളൂ. ദൈവം നമ്മളെ നിത്യതയ്ക്ക് വേണ്ടിയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. നിത്യരാജ്യത്തിന് അവകാശികളാകാൻ വേണ്ടി, സ്വർഗരാജ്യത്തിന് അവകാശികളാകാൻ വേണ്ടി ദൈവം നമ്മളെ തിരഞ്ഞെടുക്കുകയാണ്. ഈ ഉടമ്പടിയെല്ലാം ദൈവം മനുഷ്യനുമായി ചെയ്തെങ്കിലും മനുഷ്യൻ വീണ്ടും 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 പാപത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. കാരണം ജ്ഞാനത്തിൻ്റെ പുസ്തകം 4-ാം അധ്യായം 12-ാം വചനത്തിൽ നാം ഇപ്രകാരം കാണുന്നുണ്ട്, തിന്മയുടെ വശീകരണ ശക്തിയാൽ നന്മയ്ക്ക് മങ്ങലേൽക്കുന്നു, ഭ്രമിപ്പിക്കുന്ന മോഹങ്ങൾ നിഷ്കളങ്ക ഹൃദയത്തെ വഴിതെറ്റിക്കുന്നു. അപ്പം തിന്മയുടെ ആ വശീകരണ ശക്തി കൂടുന്നതനുസരിച്ച് എവിടെ നന്മയുണ്ടോ ആ നന്മയ്ക്ക് മുഴുവൻ മങ്ങലേൽക്കുകയാണ്. ഇതാണ് പൗലോസ്ലീഹ പറയുന്നത്. എഫെസ്യർക്ക് ലേഖനം 6-ാം അധ്യായം 10 മുതൽ 20 വരെയുള്ള തിരുവചനത്തിൽ നാം ഒരു ആത്മീയ സമരത്തിലാണ്. അവിടെ പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ, തിന്മയുടെ ദിനത്തിൽ ചെറുത്തു നിൽക്കാനും എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് പൂർത്തിയാക്കാനും ഇത് സാധിക്കും. അല്ലെങ്കിൽ നമ്മൾ ഈ തിന്മയുടെ വശീകരണ ശക്തിയിൽ നമ്മൾ ഓരോരുത്തരും മങ്ങലേൽക്കും, വീണു പോകും. ഇതായിരുന്നു നമ്മുടെ പൂർവ്വപിതാക്കന്മാർക്കെല്ലാം സംഭവിച്ചത്. യോഹന്നാൻ സ്ലീഹ 1 യോഹന്നാൻ 5-ാം അധ്യായം 19-ാം വചനത്തിൽ പറയുന്നുണ്ട്, ഈ ലോകം മുഴുവൻ തിന്മയുടെ ശക്തി വലയത്തിലാണ്. അപ്പം ഈ തിന്മയുടെ ശക്തി വലയത്തിൽ നിന്ന് നമ്മൾ ആ ദൈവിക ശക്തി വലയത്തിലേക്ക് ആക്കുവാൻ വേണ്ടിയാണ് ദൈവം ഓരോ ഉടമ്പടി തന്ന് നമ്മളെ ദൈവമക്കളുടെ സ്ഥാനത്തേക്ക് ഉയർത്തുന്നത്. 4-ാമത്തെ ഉടമ്പടിയായിരുന്നു പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം സീനായി മലയിൽ വെച്ച് ദൈവം ചെയ്ത ഉടമ്പടി. അതായത് ഈജിപ്ത് ദേശത്തിൽ നിന്ന്, ആ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് അവരെ പുറത്തിറക്കി ചെങ്കടൽ കടത്തി മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു യാത്രയിൽ അനേകർ കർത്താവിനെ വിട്ടുപോകുന്നുണ്ട്. അനേകർ മോശയ്ക്കെതിരെ പിറുപിറുത്തുകൊണ്ട് ആ ദൈവരാജ്യത്തിൽ നിന്ന് അകന്നു പോകുന്നുണ്ട്. അപ്പം നമ്മുടെയും ജീവിതത്തിൽ സഹനങ്ങളും വേദനകളും ഉണ്ടാകുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്നവർ നമ്മളെ പഴിച്ചിട്ട് പോകാറുണ്ട്. അപ്പം നമ്മൾ ആ ക്രൂശിതനെ മാത്രം ഉറ്റുനോക്കിക്കൊണ്ട് 1 കൊരിന്തോസ് 2-ാം അധ്യായം 2-ാം തിരുവചനത്തിൽ നമ്മൾ അനുഗമിക്കാൻ ഇറങ്ങിത്തിരിച്ചെന്ന കർത്താവ് ഈ ഭൂമിയിൽ തോറ്റവനാണ് പറയാണ്. പൗലോസ്ലീഹ പറയാണ്, ഞങ്ങൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെയാണ് പ്രഘോഷിക്കുന്നത്.
ജയിച്ച് രാജാവായി വന്നവനെ അല്ല, ഈ ഭൂമിയിൽ വെച്ച് പരാജയപ്പെട്ട ക്രൂശിൽ മരിച്ച് ആ പിലാത്തോസും പടയാളികളെല്ലാം അവിടുത്തെ പുച്ഛിച്ചപ്പോൾ അതെല്ലാം സ്വീകരിച്ച് പരാജയപ്പെട്ട ക്രിസ്തുവിനെ അനുകരിക്കാൻ ഇറങ്ങിത്തിരിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും. അപ്പോൾ ഈ സഹനങ്ങളിൽ വരുമ്പോൾ അനേകർ കർത്താവിനെ ഇട്ടിട്ട് പോകും. ഇതാണ് ആ ഈജിപ്തിൽ നിന്ന് ഏകദേശം 12 ലക്ഷത്തോളം ആൾക്കാർ ഇറങ്ങിയിട്ട് കനാൻ ദേശത്ത് എത്തിയവർ വളരെ കുറച്ച് പേര് മാത്രമാണ്. ആ നയിച്ച മോശയ്ക്ക് പോലും കർത്താവിൻ്റെ ആ ദേശം കാണാൻ പറ്റിയുള്ളൂ, ഉറ്റുനോക്കാനേ പറ്റിയുള്ളൂ. അപ്പം നമ്മൾ ദൈവത്തോട് വിശ്വസ്തരായിരിക്കണം. വേദനകളും പ്രയാസങ്ങളും ദുഃഖങ്ങളും വരുമ്പോൾ കർത്താവിനെ ഉപേക്ഷിച്ച് പോകാതെ കർത്താവിൻ്റെ കൂടെ നിന്ന് ആ ഉടമ്പടിയുടെ വാഗ്ദാനത്തിൻ്റെ അവകാശികളായിട്ട് നമ്മൾ ഓരോരുത്തരും മാറണം. ഇവിടെ മോശയുമായി കർത്താവ് സീനായ് മലയിൽ വെച്ച് 10 പ്രമാണങ്ങൾ നൽകിക്കൊണ്ട് കർത്താവ് അവരെ വിളിക്കുകയാണ്. കർത്താവ് അവർക്ക് ആ ഉടമ്പടി നൽകുകയാണ്. എന്താണ് 10 പ്രമാണങ്ങൾ? 10 പ്രമാണങ്ങളിൽ കർത്താവ് പറയുന്നത് ഇത് അരുത്. നീ 1 തൊട്ട് 3 വരെയുള്ള കൽപ്പനകൾ, ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധവും, 4 മുതൽ 10 വരെയുള്ള കൽപ്പനകൾ മനുഷ്യനുമായിട്ടുള്ള ബന്ധവുമാണ്. എൻ്റെ അകത്ത് ദൈവം പറയാണ്, കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം നൽകരുത്, അന്യൻ്റെ ഭാര്യയെ മോഹിക്കരുത്, അന്യൻ്റെ വസ്തുക്കൾ മോഹിക്കരുത്. ഇങ്ങനെയെല്ലാം ദൈവം മനുഷ്യനുമായിട്ടുള്ള ആ കൽപ്പന നൽകി. ഇവിടെ അരുത് എന്ന് ദൈവം കൽപ്പന നൽകുകയാണ്. അപ്പോൾ നമ്മൾ ഈ പാപം ചെയ്യുമ്പോൾ അനുതപിച്ച് ആ വിശുദ്ധ കുമ്പസാരക്കൂട്ടിലെത്തി അത് ഏറ്റുപറയുമ്പോൾ കുമ്പസാരം എന്ന കൂദാശയിലൂടെ നമ്മൾ ഈ കാലഘട്ടത്തിൽ ആ കർത്താവിൻ്റെ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും ദൈവം അവസരം നൽകുകയാണ്. ആ പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ വേണ്ടി ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന അമൂല്യ സമ്പത്ത് സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ദൈവം റെഡിയാക്കുകയാണ്. ആ കുമ്പസാരം എന്ന കൂദാശയിലൂടെ ദൈവം ആ 10 കൽപ്പനകൾ നൽകിക്കൊണ്ട് ദൈവവും മനുഷ്യനുമായിട്ട് ഒരു ഉടമ്പടി ഉറപ്പിക്കുകയാണ്. ഈ ഉടമ്പടിയിലും മനുഷ്യൻ്റെയും സഹകരണം ആവശ്യമാണ്. അതിനുശേഷം വീണ്ടും മനുഷ്യൻ പാപത്തിൽ നിന്ന് പാപത്തിലേക്ക് പോകുമ്പോൾ ദൈവം അനേക പ്രവാചകന്മാരെ അയക്കുന്നു, രാജാക്കന്മാരെ അയക്കുന്നു, നീതിമാന്മാരെ അയക്കുന്നു. അവർക്കെല്ലാം കൽപ്പനകൾ നൽകുകയാണ്. വീണ്ടും മനുഷ്യൻ പാപത്തിലേക്ക് പോകുമ്പോൾ ദൈവം യെശയ്യാ പ്രവാചകനോട് വാഗ്ദാനം ചെയ്യുന്നുണ്ട്, കന്യക ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്നവൻ വിളിക്കപ്പെടും. ആ പ്രവാചകന്മാരുടെ പൂർത്തീകരണങ്ങൾ കഴിഞ്ഞപ്പോൾ സമയത്തിൻ്റെ പൂർണ്ണതയിൽ ദൈവം സ്ത്രീയിൽ നിന്ന് ജാതനാവുകയാണ്. ഗലാത്യർക്കെതിരെ ലേഖനം 4-ാം അധ്യായം 4 മുതൽ 8 വരെയുള്ള തിരുവചനത്തിൽ എന്തിനു വേണ്ടി? പുതിയ ഉടമ്പടി സ്ഥാപിക്കാൻ വേണ്ടി. അപ്പം ഈശോ നമുക്ക് ആ പുതിയ ഉടമ്പടി തന്നുകൊണ്ട് മനുഷ്യൻ വീണ്ടും പാപം ചെയ്യുമ്പോൾ ദൈവം വീണ്ടും ഒരു ഉടമ്പടി ഇനിയും ഉണ്ടാകാത്ത ഏറ്റവും അവസാനത്തെ ഉടമ്പടിയായി തൻ്റെ പുത്രനെ നൽകിക്കൊണ്ട് നമുക്ക് വേണ്ടി ആ പുത്രൻ പീഡ സഹിച്ചുകൊണ്ട് സ്വർഗരാജ്യത്തിലേക്ക് നമ്മളെ എത്തിപ്പിക്കാൻ വേണ്ടി സകല കൂദാശകളും നൽകിക്കൊണ്ട് സഭയെ ദൈവം തൻ്റെ മണവാട്ടിയായി സ്ഥാപിക്കുകയാണ്. അതിലൂടെ നമുക്കെല്ലാ അനുഗ്രഹങ്ങളും നൽകി പുതിയ ഉടമ്പടിയുടെ മക്കളാകാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുകയാണ്. ആ സുവിശേഷത്തിൻ്റെ സന്താനങ്ങളായിട്ട് നമുക്ക് മാറാം. ഇവിടെ പറയുന്നുണ്ട് തോബിത്തിൻ്റെ പുസ്തകം 4-ാം അധ്യായം 12-ാം തിരുവചനത്തിൽ നാം പ്രവാചകന്മാരുടെ സന്തതികളാണ്. പ്രവാചകന്മാരുടെ സന്തതികളായി വിളിക്കപ്പെട്ട നമുക്ക് ആ കർത്താവിൻ്റെ അവകാശത്തിൽ പങ്കുപറ്റുന്നവരായിട്ട് നമുക്ക് മാറാം. ദൈവം നമ്മളെ ഓരോരുത്തരെയും വീണ്ടെടുക്കുന്നത് നമുക്ക് വേണ്ടി പീഡ സഹിച്ചാണ്. നാം ഓരോ പാപം ചെയ്യുമ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി പീഡകൾ സഹിക്കുന്നുണ്ട്. വിശുദ്ധരുടെ ജീവിതം നാം വായിക്കുമ്പോൾ ഓരോ പാപികളെ ആ പാപത്തിൻ്റെ പിടിയിൽ നിന്ന് വീണ്ടെടുക്കാൻ ഓരോ വിശുദ്ധർ അനേക സഹനങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട്. അവരെ ശരീരത്തെ പീഡിപ്പിക്കുന്നുണ്ട്, അവർക്ക് വേണ്ടി ത്യാഗങ്ങൾ സഹിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പാപത്തിൽ നിന്ന് വിട്ടുപോരണമെങ്കിൽ അത് ഒരു മോചന ദ്രവ്യമാണ്. അപ്പം ദൈവം ലോകത്തെ പാപത്തിൻ്റെ പിടിയിൽ നിന്ന് സത്താൻ്റെ പിടിയിൽ നിന്ന് വിടുവിക്കാൻ വേണ്ടി സ്വപുത്രനെ മോചന ദ്രവ്യമായി നൽകുകയാണ്. അപ്പോൾ നമുക്കും പ്രവാചകന്മാരുടെ സന്തതികളായിട്ട് മാറാം.
ആ കർത്താവിൻ്റെ പുതിയ ഉടമ്പടിയുടെ ശുശ്രൂഷകരാകാൻ വിളിക്കപ്പെട്ട നമുക്ക് കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാം. നാം കാണുകയായിരുന്നു, ദൈവം മനുഷ്യന് വേണ്ടി മോചനദ്രവ്യമായി ക്രിസ്തുവിനെ നൽകിയെന്ന്. അപ്പം നാം പാപത്തിന് അടിമകളായി കഴിയുമ്പോൾ അതിൽ നിന്ന് വിട്ടുപോരണമെങ്കിൽ കർത്താവിൻ്റെ പീഡാസഹനം ആവശ്യമാണ്. കൊളോസ്യർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം 24-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്, സഭയാകുന്ന തൻ്റെ ശരീരത്തെ പ്രതി ക്രിസ്തുവിന് സഹിക്കേണ്ടി വന്ന പീഡകളുടെ കുറവ് ഞാൻ എൻ്റെ ശരീരത്തിൽ നികത്തുന്നു. അപ്പം ലോകത്തിലെ പാപികളെ വീണ്ടെടുക്കാൻ വേണ്ടി കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച് വിശുദ്ധരായിട്ട് ജീവിക്കുന്നവർ ഈ ഭൂമിയിൽ സഹിക്കണം. ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 11 മുതൽ 32 വരെയുള്ള തിരുവചനത്തിൽ ധൂർത്തപുത്രൻ്റെ ഉപമയെക്കുറിച്ച് പറയുന്നുണ്ട്. ഇവിടെ ധൂർത്തപുത്രന് തൻ്റെ പിതാവിനോട് സമ്പത്തെല്ലാം മേടിച്ചു പോയി എല്ലാ പാപങ്ങളും ചെയ്ത് അവിടെ ഒന്നുമില്ലാതായി പന്നിക്ക് കൊടുക്കുന്ന തവിട് പോലും ലഭിക്കാതെ വന്നപ്പോൾ പിതാവിൻ്റെ ഭവനത്തെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് അവന് സുബോധം വന്ന് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ പിതാവ് എന്താണ് ചെയ്തത്? 23-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്, കൊഴുത്ത കാളക്കുട്ടിയെ കൊണ്ടുവന്ന് കൊല്ലുവിൻ, നമുക്ക് ഭക്ഷിച്ച് ആഹ്ലാദിക്കാം. എൻ്റെ മകൻ മൃതനായിരുന്നു, അവനിതാ വീണ്ടും ജീവിക്കുന്നു. അവൻ നഷ്ടപ്പെട്ടിരുന്നു, ഇപ്പോൾ വീണ്ടും കിട്ടിയിരിക്കുന്നു. അവൻ ആഹ്ലാദിക്കാൻ തുടങ്ങി. എന്താണ് കൊഴുത്ത കാള? അന്ന് ആദവും ഹവ്വായും പാപം ചെയ്തപ്പോൾ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 21-ാം തിരുവചനത്തിൽ ദൈവമായ കർത്താവ് തോലുകൊണ്ട് ഉടയാടയാക്കി അവരെ ധരിപ്പിക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ കൊലപാതകം അവിടെ നടക്കുകയാണ്. അതായത് ഈശോയുടെ പീഡാസഹനം, പരിശുദ്ധ കുർബാനയാണ് ഇവിടെ എല്ലാം സൂചിപ്പിക്കുന്നത്. അപ്പം കൊഴുത്ത കാളയെ കൊണ്ടുവന്ന് കൊല്ലുക എന്ന് പറഞ്ഞാൽ പരിശുദ്ധ കുർബാനയിലൂടെ നമ്മുടെ പാപങ്ങളെല്ലാം ക്ഷമിക്കപ്പെട്ട് പുതിയ ഉടമ്പടിയുടെ അവകാശികളാകുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഈ പരിശുദ്ധ കുർബാന എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ സകല പ്രാർത്ഥനകളേക്കാൾ വലുതാണ്. അത്രയും ഒന്നും എത്തപ്പെടുകയില്ല. അപ്പം അനുദിനം വിശുദ്ധ കുർബാന സ്വീകരിച്ചുകൊണ്ട് പുതിയ ഉടമ്പടിയുടെ ശുശ്രൂഷകരാകാൻ, പഴയ ഉടമ്പടിയുടെ പൂർത്തീകരണങ്ങളായി തീരുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധതയെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ.